ഒരു ദിവസത്തിന്റെ 8 to 9 മണിക്കൂറും പോകുന്നത് ജോലി ചെയ്ത് തന്നെയാണ്. എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ പോലും, അതായത് ഒരു ദിവസം മാത്രം ഓഫീസിൽ പോയാൽ മതിയെങ്കിൽ പോലും 8 to 9 മണിക്കൂർ ഒരു ലാപ്ടോപ്പിന്റെ അകത്തേക്ക് തന്നെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് ജോലി. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാലും ചില ദിവസങ്ങളിൽ എക്സ്ട്രാ വർക്കുകൾ ഉണ്ടാവും അല്ലെ. അതായത് എനിക്ക് എൻ്റെ ഉറക്കം പോലും പലപ്പോഴും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് വർക്ക് ടൈമിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോ എക്സ്ട്രാ ടൈം എടുത്ത് നമ്മൾ വോളണ്ടിയർലി ചെയ്യുന്നതാണ്, അല്ലാണ്ട് കമ്പനി നമ്മുടെ അടുത്ത് ചെയ്യാൻ പറയുന്നതൊന്നുമല്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോലും പലപ്പോഴും സാക്രിഫൈസ് ആയി പോയിക്കൊണ്ടിരിക്കുക. അത് ഞാൻ കുറച്ച് നാളായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ കണ്ണിന്റെ ഇടയിലേക്ക് ഇങ്ങനെ കറുത്ത പാടുകൾ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന്. പക്ഷെ നമ്മൾ ഈ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ആണ് സത്യം പറഞ്ഞാൽ ജീവിക്കുന്നതെന്ന് എനിക്കിപ്പോ ശരിക്കും ഫീൽ ആയി തുടങ്ങിയിട്ടുണ്ട്. അതായത് ലൈഫിന്റെ മെയിൻ ഒരു ഭാഗം ഈ ഒരു ഏജിൽ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വർക്കിലാണ്. നമ്മുടെ വർക്കിന്റെ അറൗണ്ട് ആയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരുമാനിക്കുന്നതും ഓരോ ഡിസിഷൻ എടുക്കുന്നതും, ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ വിചാരിച്ചാൽ എല്ലാം നമ്മുടെ വർക്കിനെ ചുറ്റിപ്പറ്റി മാത്രമേ നടക്കുള്ളൂ. പക്ഷെ അതിന്റെ ഒപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടീനാണ്. റൂട്ടീൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലപ്പോൾ ബോറിംഗ് ആണെന്ന് വിചാരിക്കുന്ന റൂട്ടീൻസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ പാറ്റേൺ എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഫോളോ ചെയ്യാനേ പറ്റുന്നില്ല. ഇടയ്ക്ക് തോന്നുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകും, ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയില്ല, കാരണം റൂം മാറും എന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ വേറെ ജിമ്മിൽ ജോയിൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ഈ സെയിം പെയിന്റ് അടിച്ച് ഈ ഒരു മുറിയിൽ തന്നെയാണ് ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അതായത് റൂട്ടീന്റെ ആ ഒരു പാറ്റേൺ, അതായത് എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ എല്ലാ ദിവസവും ചോറും ചിക്കൻ കറിയും മാത്രമാണെങ്കിൽ തന്നെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അത് ചിക്കൻ ആയതുകൊണ്ടല്ല. ഇപ്പൊ എന്റെ സ്വിഗ്ഗിയിലെ ഓർഡർ എടുത്തു കഴിഞ്ഞാലും അത് വേറെ കാര്യം. ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന എത്രയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഫുഡ് ഓർഡർ ചെയ്യാൻ. കാരണം ഇവിടെ ലഞ്ച് കിട്ടൂല. സോ ഞാൻ എപ്പോ സ്വിഗ്ഗി ഓപ്പൺ ചെയ്താലും നേരെ റീ ഓർഡറിൽ പോയിട്ട് റീ ഓർഡർ ചെയ്യാണ് ചെയ്യാറ്, അല്ലാണ്ട് പുതിയൊരു കാര്യത്തിന് വേണ്ടി സെർച്ച് ചെയ്ത് നോക്കാറില്ല. കാരണം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, അത് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട്. സോ ആ ഒരു റൂട്ടീൻ ശരിക്കും നഷ്ടപ്പെട്ടു. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഞാൻ വർക്കിന്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ഏജന്റിനെ പരിചയപ്പെട്ടു. ഇന്നലെ ഞായറാഴ്ച കുറെ സ്ഥലങ്ങളിൽ പോയി റൂമൊക്കെ നോക്കി ഞാൻ. പക്ഷെ ഇന്ന് 1, 2, 3 റൂമുകളാണ് കണ്ടത്. 1 BHK, അതിനകത്ത് ഒരെണ്ണം 1 RK. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നിൽക്കുന്ന ഏരിയ, ഇവിടെ കൂടുതലും ഫാമിലീസ് സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ ഏത് റൂം എടുക്കാൻ വേണ്ടി പോയാലും ഇതൊന്നും സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ബിൽഡിങ്സ് അല്ല. ഏതെങ്കിലും ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ അതോ ടോപ്പ് ഫ്ലോറിന്റെയോ റൂഫ് ടോപ്പിന്റെ മുകളിലുള്ള 1 BHK അല്ലെങ്കിൽ 1 RK ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ അപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവിടത്തും ഓണേഴ്സും ഫാമിലീസും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഈ ബാച്ചിലർ മെയിൽ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ അവർക്ക് പല പല കണ്ടീഷൻസ് ഉണ്ട്. അതിന് ഇപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ അത് നല്ല റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം. ഇതൊന്നും ആരും ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്ക് ക്ലൂസ് തരും. എനിക്ക് അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടല്ല, പക്ഷെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനിൽ റൂം എടുത്തിട്ട് ഇനി ഒരു പ്രശ്നം ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ ഇന്ന് കണ്ട 2 ബിൽഡിങ്ങുകളും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഗാർഡൻ വരെ മേളിലുള്ള സ്ഥലമായിരുന്നു. ഒന്ന് നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഒരു അമ്മച്ചിയായിരുന്നു, ചേച്ചി സോറി, അവരായിരുന്നു എന്റെ ഓണർ. അതെടുക്കാന്ന് ഉറപ്പിച്ചായിരുന്നു. അപ്പൊ അവസാനം എല്ലാം കഴിഞ്ഞ് വർത്താനം പറഞ്ഞ് അകത്തേക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു ബോംബിട്ടു. പറഞ്ഞു, ഫ്രണ്ട്സിന് ഒന്നും കൊണ്ടുവരരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. സോ അതുകൊണ്ട് ഈ ഒരു വീക്കെൻഡും റൂമൊന്നും കണ്ടുപിടിക്കാണ്ട് വേസ്റ്റ് ആയിപ്പോയി. വേസ്റ്റ് ഇൻ ദ സെൻസ് ട്രൈ ചെയ്തു, എഫേർട്ട് ഇട്ടു, ബട്ട് ഐ കുഡ്ന്റ് ഫൈൻഡ് എനി.
പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അതായത് എപ്പോഴും എവിടെയാണെങ്കിലും, ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നതെങ്കിലും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് ഇപ്പോ എവിടെയാണ് താമസിക്കുന്നത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഒരു പേഴ്സണൽ റൂട്ടീൻ അല്ലേ. പക്ഷെ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ, ഞാൻ ഒരിക്കലും യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടോ അങ്ങനെയൊന്നും അങ്ങനെ പമ്പ് ആവാറില്ല. ഒരു സെൽഫ് മോട്ടിവേഷന്റെ മോളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയാൽ മതി. സോ ഞാൻ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആലോചിക്കുമ്പോഴും ഡയറിയിൽ എഴുതി വെക്കുമ്പോഴും എല്ലാം എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇതെന്റെ കാര്യം മാത്രമല്ല, എന്നെ പോലെ തന്നെ പലരും ഈ ഒരു ഫേസിൽ കൂടി എല്ലാം കടന്നു പോകുന്നുണ്ടാവാം. പലർക്കും കാശിന്റെ എല്ലാം ഇഷ്യൂ ഉണ്ടാവാം. എന്നെ സംബന്ധിച്ചോളം ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഒരു മെന്റൽ വാർഫെയർ ആണെന്ന് എനിക്ക് പറയാം. അതായത് സെൽഫ് എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റുള്ള ഒരാളെ കൊണ്ടോ അതോ മോണിറ്ററി പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല. എന്തിന് ജോലി ചെയ്യുന്നു, എന്തിനിങ്ങനെ സമയം കളയുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്തയുടെ പുറത്ത് വരുന്നതാണ്. യാത്രകള് സത്യം പറഞ്ഞ ബൈക്കിലൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പൊ മെയ് കഴിഞ്ഞ് ജൂൺ 1 വരെ ഞാൻ ലാസ്റ്റ് ബൈക്കിൽ ട്രിപ്പിന് പോയി സത്യം പറഞ്ഞ കഴിഞ്ഞ ജൂണില് മൺസൂൺ ടൈമില് എറണാകുളത്ത് നിന്ന് വാൽപ്പാറയിലേക്ക് ഒരു സോളോ റൈഡ് പോയതാ. എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങും അതേപോലെ എഡിറ്റിങ്ങും എല്ലാം വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഈ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറെ പേര് കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ആരെങ്കിലും കാണുക എന്നുള്ളതായിരുന്നില്ല എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശം എപ്പോഴും നമ്മൾ പേഴ്സണലി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൺസംഷൻ മാത്രമല്ല, അതിൻ്റെ ഒപ്പം ക്രിയേഷനും കൂടി പാരലായിട്ട് എല്ലാവരും കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. സോ എന്നെ സംബന്ധിച്ചോളം എഡിറ്റിങ്ങും സ്റ്റോറി ടെല്ലിങ്ങും റെക്കോർഡിങ്ങും ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് പോലും എനിക്കറിയില്ല ആരെങ്കിലും കാണുമെന്ന്. ബട്ട് ഒന്ന് ഒരു സെൽഫ് ടോക്ക് ആൻഡ് അനാലിസിസ് അല്ലെ, അതുപോലെ അതിൻ്റെ ഒപ്പം ക്രിയേറ്റീവായിട്ട് ഇരിക്കാനും പറ്റും. കാരണം ഞാനിപ്പോ ഈ ഫോൺ വച്ചേക്കുന്നത് പോലും ഒരു റിംഗ് ലൈറ്റിന്റെ സെന്ററിലാണ്. റിംഗ് ലൈറ്റ് എന്താണെന്ന് എനിക്കൊരു ഒരാഴ്ച മുമ്പ് അറിയില്ലായിരുന്നു. ഞാൻ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം വേറൊരു ഫ്രണ്ടിന്റെ വണ്ടി കാണാൻ പോയപ്പോ ആ പെങ്കൊച്ച് പാട്ടൊക്കെ പാടുന്നതാ. അപ്പൊ അത് സ്വയം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു റിംഗ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ടിലായിരുന്നു ഫോൺ വെച്ചിരുന്നത്. അപ്പോഴാണ് ഞാൻ അത് റിസർച്ച് ചെയ്ത് ഇങ്ങനൊരു സാധനം ഉണ്ട്, ഇത് വെച്ചാൽ കുറച്ചും കൂടി എക്സ്ട്രാ ലൈറ്റ് കിട്ടും എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഇത് അത്ര ക്വാളിറ്റി ഉള്ളതൊന്നല്ല, ലൈറ്റ് ഇപ്പോഴും ചെറുതായിട്ട് മങ്ങി മങ്ങി പോകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് എത്ര നാൾ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം നമ്മുടെ ഒരു ക്രിയേഷന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഭാഗമാണ്. എല്ലാവർക്കും നമ്മൾ ഈ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇൻ എ ഡെയിലി ബേസിസ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മെന്റൽ വാർഫെയർ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ നോ ദാറ്റ് ഐ ഹാവ് ടു ചലഞ്ച് മൈ സെൽഫ്. സോ ഞാൻ വീണ്ടും ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു വീക്ക്ലി ചലഞ്ച് പോലെ എന്തെങ്കിലും ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ആദ്യം ഞാൻ എഴുതി വെച്ചപ്പോഴേ തുടങ്ങിയത് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ടെങ്കിലും ഓടാൻ പോകണം. അതായത് ഞാൻ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് പാർക്കാണ്. അതെനിക്ക് തോന്നുന്നു ഈ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കുകളിലൊന്നായിരിക്കും. എത്രയോ പേര് അവിടെ രാവിലെ ഓടാൻ വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ദിവസം പോയി. പക്ഷെ 2ാമത്തെ ദിവസം പോയി അവിടെ ഇരുന്നിട്ട് ഞാൻ ഫുൾ ബേർഡ്സിനെ ഒബ്സർവ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ഇരുന്ന പോലെ സമയം പോയി. ബട്ട് നാളെ തുടങ്ങി പോണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹമല്ല, തീരുമാനം. സോ if anyone else is looking for some motivation, sorry, I'm not here to motivate because ഞാൻ already rock bottom ആണെന്ന് എനിക്കറിയാം. So I have to start from here. ഇത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ എന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ലൈഫിലിരിക്കുന്ന പലരും ഉണ്ടാവും. സോ അവർക്കും ആരോടെങ്കിലും കൂടി ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെ വി ക്യാൻ ഓൾസോ ഡു ഇറ്റ് എന്ന് പറയാനോ കാണിച്ചു കൊടുക്കാനോ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ബി ഗ്രേറ്റ്. ഇങ്ങനെ ഒരു ചലഞ്ചിനെ പറ്റിയൊക്കെ പലരും ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ പക്ഷെ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് അങ്ങനെ കുറെ ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് വീഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്കും ആ പറയുന്ന ആൾക്കും ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും കൂടി ഉപകാരപ്പെട്ടേക്കാം. സോ ഇത്രയും കാര്യങ്ങൾ സ്വയം പറയാനും പിന്നെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ കേട്ടോട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് പറഞ്ഞത്. താങ്ക് യു.